നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിർത്തിയിലെ സംഘർഷം. ജമ്മുവിലും പഞ്ചാബിലും കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീവ്ര ശ്രമം തുടങ്ങിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ലൈൻ സെന്റർ തുറന്നു. പഞ്ചാബിൽ മാത്രം 700-ലധികം കുട്ടികൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്നും മന്ത്രി ആർ ബിന്ദു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിൽ ശുചിത്വം പ്രധാനമെന്ന് മന്ത്രി എം പി രാജേഷ്. വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ നടത്തിപ്പുകാർക്കും കഴിയണം. തിരുവല്ലാമലയിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം. വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ. ആംബുലൻസ് സർവീസിന്റെ മറവിൽ ലഹരി വിൽപ്പന. തൃശൂർ ചേറ്റുവയിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചേറ്റുവ ചാവക്കാട് സ്വദേശികളായ യുവാക്കൾ. ആംബുലൻസിൽ നിന്ന് MDMAയും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും സ്ലിപ്പ് ലോക്ക് കവറുകളും കണ്ടെടുത്തു. വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് LP സ്കൂൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി. കഴിഞ്ഞ 2 അധ്യയന വർഷമായി ഈ സ്കൂളിലെ കുട്ടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. പഠനം ഗവൺമെന്റ് LP സ്കൂളിന്റെ പഴയ കെട്ടിടത്തിൽ. വടക്കാഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. ഷൊർണൂർ ഭാരതപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കാത്തത് കരാറുകാരന്റെ അനാസ്ഥയെന്ന് നഗരസഭ. മഴക്കാലത്തിനു മുമ്പ് മണൽ നീക്കിയില്ലെങ്കിൽ ജലസംഭരണി അവതാളത്തിലാകുമെന്ന ആശങ്ക. തടയണയിലെ മണൽ ഭാഗികമായെങ്കിലും നീക്കാൻ സത്വര നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാഗ്ദാനങ്ങൾ മാത്രം. നെല്ല് സംഭരണം വൈകുമ്പോൾ ആശങ്കയോടെ കർഷകർ. വേനൽമഴ ശക്തമാകുമ്പോൾ നെല്ലറയിലെ കർഷകരുടെ നെഞ്ചിടിപ്പേറുന്നു. സംഭരണത്തിനായി കരുതിയ നെല്ല് സംരക്ഷിക്കാൻ പെടാപ്പാടുമായി കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തനൂർ മേഖലയിലെ 100 കണക്കിന് കൃഷിക്കാർ. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് 30ാം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. സമ്മേളനം 12 മുതൽ 14 വരെ. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചെറുത്തുതോൽപ്പിക്കാനുള്ള സമരമാർഗങ്ങൾ സമ്മേളനം ആവിഷ്കരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജമ്മുവിലും പഞ്ചാബിലും കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീവ്ര ശ്രമം ആരംഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ലൈൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹെൽപ്പ് ലൈൻ നമ്പറുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾ നോർക്ക കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. പഞ്ചാബിലും ജമ്മുവിലുമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളതെന്നും പഞ്ചാബിൽ മാത്രം 700-ലധികം കുട്ടികളുണ്ടെന്നും ആർ ബിന്ദു പറഞ്ഞു. കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ ഡൽഹിയിൽ എത്തിച്ച ശേഷം നാട്ടിലെത്തിക്കും. കുട്ടികൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സർക്കാർ അത് പ്രശ്നമുണ്ടായ ഉടനെ തന്നെ ഇന്റർവെൻഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധപ്പെടാനായിട്ട് കോണ്ടാക്റ്റൊക്കെ കുട്ടികൾക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പ്രധാനമായിട്ടും, പഞ്ചാബിലും കാശ്മീരിലുമുള്ള കുട്ടികളാണ് പ്രധാനമായിട്ടും ഗവൺമെന്റിനെ കോണ്ടാക്ട് ചെയ്തത്. കേരള ഹൗസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സെന്റർ ആരംഭിച്ചിട്ടുണ്ട്, ഒരു ഹെൽപ്പ് ലൈൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് അവരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് അവരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. കേരള ഹൗസിലും തിരുവനന്തപുരത്തും അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇടപെടാൻ തക്ക വിധത്തിലുള്ള കേന്ദ്രങ്ങൾ തയ്യാറായിട്ടുണ്ട്. അവരുടെ ഫോൺ നമ്പറുകളൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ബന്ധപ്പെടേണ്ട കേന്ദ്രങ്ങളുടെ. എന്നെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ വിളിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ചേറ്റുവയിൽ ആംബുലൻസ് സർവീസിന്റെ മറവിൽ ലഹരി വിൽപ്പന. ആംബുലൻസിൽ ലഹരി കച്ചവടം നടത്തിയ 2 പേർ ചേറ്റുവ പോലീസിന്റെ പിടിയിലായി. ചേറ്റുവ സ്വദേശി നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അസ്ലം എന്നിവരാണ് അറസ്റ്റിലായത്. ആംബുലൻസിൽ നിന്ന് MDMAയും ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും സ്ലിപ്പ് ലോക്ക് കവറുകളും കണ്ടെടുത്തു. ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്നാണ് MDMAയുമായി ഇരുവരും പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്.
ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്താനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്നും കണ്ടെടുത്തു. ആംബുലൻസിൽ രാസലഹരി ഉപയോഗിക്കാനുള്ള സൗകര്യവും ആവശ്യക്കാർക്ക് ഇവർ ചെയ്തു കൊടുത്തിരുന്നു. ആംബുലൻസ് ആവുമ്പോൾ പോലീസിൻ്റെ പരിശോധനകളിൽ നിന്ന് ഒഴിവാകുമെന്ന ചിന്തയാണ് പ്രതികളെ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്താൻ പ്രേരിപ്പിച്ചത്. എവിടെ നിന്നാണ് രാസലഹരി ലഭിക്കുന്നത്, ലഹരി കച്ചവടത്തിന് പിന്നിൽ ആരെല്ലാം ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ വൃത്തിയും ഗുണമേന്മയും പ്രധാനമെന്ന് മന്ത്രി എം പി രാജേഷ്. വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ഏറ്റെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശമാണെന്നും യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരായാലും അവരോട് പറയാനുള്ളത്, ഇതേ വൃത്തി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാലേ ഇത് നന്നായിട്ട് മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃത്തിയായി ഇത് സൂക്ഷിക്കുക എന്നതാണ്. ടേക്ക് എ ബ്രേക്ക് നല്ല ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിട്ടുള്ളത്. നല്ല ഡിസൈനാണ്. പ്രാഥമിക ആവശ്യങ്ങൾ ആളുകൾക്ക് നിർവഹിക്കാൻ ഉള്ള സൗകര്യത്തോടൊപ്പം ഒരു കഫറ്റേരിയ കൂടി അതിലുണ്ട്. കാപ്പി ലഘുഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി നിലനിർത്തുക ഇപ്പോൾ എങ്ങനെയാണോ ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ളത്, എപ്പോഴും അങ്ങനെ നിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ നിലനിർത്താൻ കഴിയണം. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കെട്ടിടം നമ്മൾ ഉണ്ടാക്കും, നല്ല സൗകര്യങ്ങളുണ്ടാവും, അത് ശരിയായി പരിപാലിക്കില്ല. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP വിശിഷ്ടാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ എന്നിവർ മുഖ്യാതിഥികളായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 28 ലക്ഷം രൂപ ചെലവിൽ തിരുവില്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായി നിർമ്മിച്ച വഴിയോര കേന്ദ്രത്തിൻ്റെ കഫേരിയ, ശുചിമുറി, ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ കുട്ടികൾക്കായി പാർക്കും ഒരുക്കാൻ പഞ്ചായത്ത് പദ്ധതിയിടുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ, പഞ്ചായത്ത് അംഗങ്ങളായ V രാമചന്ദ്രൻ, വിനി ഉണ്ണികൃഷ്ണൻ, U ദേവി, M ഗിരിജ, R രഞ്ജിത്ത്, K ബാലകൃഷ്ണൻ, പ്രശാന്തി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി തോമസ്, മധു ആനന്ദ്, മൊയ്തീൻകുട്ടി, ജയപ്രകാശ്, ലിജിൻ ഫ്രാൻസിസ്, വ്യാപാരി പ്രതിനിധി P നാരായണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖ B നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കണമെന്ന ആവശ്യം ശക്തം. കരാർ നൽകിയിട്ടും കരാറുകാരൻ നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. മഴക്കാലത്തിനു മുമ്പ് മണൽ നീക്കിയില്ലെങ്കിൽ പുഴയിൽ വെള്ളം കൂടുമ്പോൾ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ മണലെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഷൊർണൂർ തടയണയിൽ പ്രവൃത്തികൾക്ക് തുടക്കമായിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് ഷൊർണൂർ തടയണയിൽ മണൽ വന്ന് അടിഞ്ഞത് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. വെള്ളം സംഭരിക്കാൻ കഴിയാതായതോടെ സമീപത്തെ ഏക്കർ കണക്കിന് കൃഷിയും പ്രതിസന്ധിയിലായി. ഷൊർണൂരിലെ കാരക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ കൃഷിക്ക് വെള്ളമില്ലാതെ നെൽപ്പാടങ്ങൾ വിണ്ടുകീറിയ അവസ്ഥയായിരുന്നു. തടയണയിലെ മണൽ നീക്കാത്തതിൽ കർഷകരും വിവിധ കോളനിവാസികളും ആശങ്കപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ മണലെടുക്കുന്നതിന് കരാർ നൽകിയിട്ടുണ്ടെന്നും കരാറുകാരൻ നടപടി ആരംഭിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഭാരതപ്പുഴയിലെ ഷൊർണൂർ തടയണയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഭാരതപ്പുഴയിൽ നിന്ന് മണലെടുക്കാൻ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായത് കരാറ് ഒപ്പുവെച്ചു. കണ്ണൂർ ആസ്ഥാനമായിട്ടൊരു കമ്പനിയാണ് അത് ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മഴയുടെ മുമ്പ് തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണെങ്കിൽ തടയണയ്ക്ക് കൂടാണ് കുറച്ചുകൂടി കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അവർക്ക് മണലെടുക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു സത്വരമായിട്ടുള്ള നടപടി കരാറെടുത്ത കരാറുകാരൻ പെട്ടെന്ന് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഉടനെ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്.
ആകെ 360 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലശുദ്ധീകരണി, പമ്പിംഗ് മെഷീനുകൾ, മോട്ടോർ പമ്പുകൾ, ട്രാൻസ്ഫോർമർ എന്നിവ ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതിയാണ് ഭാരതപ്പുഴയിൽ നിലവിലുള്ളത്. ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിനും വാണിയംകുളം പഞ്ചായത്തിനുമായാണ് തടയണ പദ്ധതി. തൃശ്ശൂർ ജില്ലാ മൈനർ ഇറിഗേഷൻ വിഭാഗമാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് ഷൊർണൂർ ചെറുതുരുത്തി തീരങ്ങളെ ബന്ധിപ്പിച്ചുള്ള തടയണ നിർമ്മിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സപ്ലൈകോയുടെ നെല്ല് സംഭരണം വൈകുന്നു. നെല്ലിന് കാവലിരുന്ന മടുത്ത് കർഷകർ. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലയിലെ കർഷകരാണ് മഴ പെയ്യുന്നതിനാൽ നെല്ല് സൂക്ഷിക്കാൻ പാടുപെടുന്നത്. ജില്ലയിലെ നെല്ലറയായ കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ മേഖലയിലെ കർഷകരാണ് രാപ്പകൽ ഭേദമന്യേ നെല്ലിന് കാവലിരിക്കുന്നത്. തുടരെ വേനൽ മഴ പെയ്യുന്നതിനാൽ നെല്ല് നനയാതെ സൂക്ഷിക്കാൻ കർഷകർ പാടുപെടുകയാണ്. നെല്ലു സംഭരണ ഏജന്റിനെ വിളിച്ചാൽ ഉടനെ വരുമെന്ന മറുപടി മാസങ്ങളായി തുടരുന്നതായി കർഷകർ പറയുന്നു. ഭൂരിഭാഗം കർഷകരും നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. മാനം കറുക്കുമ്പോൾ ആദ്യം ഇരുട്ടുമൂടുന്നത് കർഷക മനസ്സുകളാണ്. നെല്ല് സംഭരണം വേഗത്തിലാക്കുമെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കഴിഞ്ഞ ദിവസം പാലക്കാട് മുഖ്യമന്ത്രിയും കൃഷിവകുപ്പ് മന്ത്രിയും കർഷകർക്ക് വാഗ്ദാനം നൽകിയിരുന്നെങ്കിലും എല്ലാം ജലരേഖയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. കൃഷിയെ മാത്രം ജീവിതമാർഗമായി സ്വീകരിച്ച കർഷകരോട് കൃഷിവകുപ്പും സംസ്ഥാന സർക്കാരും അലംഭാവം നയമാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം സമീപനം നിലവിലുള്ള കർഷകരെ കൂടി ഈ മേഖലയിൽ നിന്ന് അകറ്റാനാണ് സാധ്യതയെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജൻ മാത്തൂരും ജില്ലാ സെക്രട്ടറി PV പങ്കജാഷൻ മാസ്റ്ററും പറഞ്ഞു. കൃഷിക്കാരൻ്റെ മെച്ചം എന്താണ് എന്നുള്ള രീതിയിലുള്ള പുതിയ വിത്തുകൾ അതിൽ പരീക്ഷിച്ച് കുറച്ചുകൂടി അധിക വിളവ് ലഭ്യമാക്കാനുള്ള ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ അതിനെ നിരുത്സാഹപ്പെടുത്തണം. മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് വെള്ളനെല്ല് ഉണ്ടാക്കിയാൽ അത് സംഭരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെയുള്ളൊരു ഡിമാൻഡ് കൂടി മന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല വിളവ് കിട്ടാവുന്ന വിത്ത് എന്ന് അന്വേഷിച്ച് നടന്ന് കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുക എന്നാണ് കൃഷിക്കാരൻ്റെ പക്ഷം. അവർക്ക് അങ്ങനെയല്ലേ ഇത് ആദായകരമാക്കാൻ കഴിയൂ. അതിനൊരു പരിശ്രമം നടത്തുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ട സർക്കാരും സർക്കാർ സംവിധാനങ്ങളും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വടക്കാഞ്ചേരിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും താവളമാകുന്നു. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കെട്ടിടമില്ല. വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പഴകിയ കെട്ടിടത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പഠനം നടത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുമ്പോഴും ഗേൾസ് എന്നും ബോയ്സ് എന്നും വെവ്വേറെ സ്കൂളുകളായി നിലനിർത്തുന്നത് എന്തിനാണെന്ന ചോദ്യവും ഇതിനിടെ ഉയരുന്നുണ്ട്. വെറും 10 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 3ാമത്തെ അധ്യയന വർഷത്തിലേക്ക് കടന്നിട്ടും പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയായെങ്കിലും തറയോടുകൾ പാകുന്നതുപോലുള്ള അടിസ്ഥാന പ്രവൃത്തികൾ ഇനിയും ബാക്കിയാണ്. ഇതിനിടയിലാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നത്. പകലാകട്ടെ തെരുവുനായ്ക്കളുടെ കയ്യേറ്റമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രദ്ധയില്ലാത്തതിനാൽ കെട്ടിട പരിസരം കാടുപിടിച്ച് അവസ്ഥയാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പാതി വഴിയിൽ നിലച്ച നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഈ അധ്യയന വർഷത്തിലും വിദ്യാർത്ഥികൾക്ക് പുതിയ കെട്ടിടത്തിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനും ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസിൻ്റെ 30ാം സംസ്ഥാന സമ്മേളനം 12 മുതൽ 14 വരെ പാലക്കാട്ട് നടക്കും. തപാൽ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പുറം കരാർ നൽകി സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സമരമാർഗ്ഗങ്ങൾ സമ്മേളനം ആവിഷ്കരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്നും FNPO അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസ് ആക്ട് 2023 ഭേദഗതി വരുത്തി മുഴുവൻ അധികാരങ്ങളും വകുപ്പിൽ കേന്ദ്രീകരിക്കുകയും അതിനുശേഷം വ്യാപകമായി തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടിയും തപാൽ ഓഫീസുകളിൽ നിന്നും കത്ത് വിതരണം എടുത്തുമാറ്റി കേന്ദ്രീകൃത ഡെലിവറി സെൻ്ററുകൾ ആരംഭിച്ചും തസ്തികകൾ വെട്ടിക്കുറച്ചും വകുപ്പിനെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ
23 പോസ്റ്റൽ ഡിവിഷനുകളിൽ നിന്നും 3 RMS ഡിവിഷനുകളിൽ നിന്നുമായി 1200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 12-ന് നടക്കുന്ന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിക്കും. MP-മാരായ VK ശ്രീകണ്ഠൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും. വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4-ന് പ്രകടനം നടക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ശിവജി വാസിറെഡ്ഡി, സെക്രട്ടറിമാരായ NK ത്യാഗി, നിസാർ മുജാവർ, PU മുരളീധരൻ എന്നിവർ പ്രസംഗിക്കും. 13-ന് നടക്കുന്ന സെമിനാർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റാഷിദ് ഉദ്ഘാടനം ചെയ്യും. ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിക്കും. 14-ന് നടക്കുന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അത് നമുക്ക് ഈ ഇന്നത്തെ രാജ്യം നേരിടുന്ന ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. നമുക്ക് രാജ്യ താല്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സർക്കിൾ അഖിലേന്ത്യാ നേതാക്കന്മാരുടെ നാളെ എത്തും. ഇന്ന് വൈകുന്നേരം എല്ലാവരും എത്തുന്നുണ്ട്. അവരോട് ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ സാഹചര്യം വിലയിരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സമ്മേളനം വലിയ ആഘോഷങ്ങളില്ലാതെ തന്നെ നമ്മൾ നടത്തി നമുക്ക് ഈ സംഘടനാപരമായുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മളിത് നാളെ തിങ്കളാഴ്ച നമ്മളിത് ഒരു രമേശ് ചെന്നിത്തലയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത് നമ്മുടെ MP ശ്രീകണ്ഠനാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടൻ ട്രേഡ് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഹരിഗോവിന്ദൻ മുഖ്യ പ്രഭാഷണം ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ മേലധികാരികളായ PMG ഷഹീദ് റഷീദ് സർ പങ്കെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ട്രേഡ് യൂണിയൻ്റെ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള പുതിയ മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമ്മേളനമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ കൂട്ടാല, വർക്കിംഗ് ചെയർമാൻ K. സദാനന്ദൻ, NV വിനോദ്, C. ശിവസുന്ദരൻ, K. കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഷൊർണൂർ ബ്രാഞ്ച് സമ്മേളനം CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിലായിരുന്നു സമ്മേളനം. എല്ലാ മേഖലയിലും ശക്തമായി ഇടപെടേണ്ട ഒരു കാലഘട്ടം. നമ്മുടെ എല്ലാ ശക്തികളെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് ഈ നിലപാടുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തേണ്ട ആവശ്യകത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറണം എന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് രാജ്യം നേരിടുന്ന ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി നിരക്കുകയും രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ സാമൂഹ്യ തിന്മക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത ഏറ്റെടുക്കുവാൻ വേണ്ടി കഴിയട്ടെ എന്ന് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഐക്യത്തെയും തകർക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ഷൊർണൂർ സബ് ഡിവിഷൻ റെയിൽവേ ഹോസ്പിറ്റൽ ഒഴിവുകൾ നികത്തുക, സ്ത്രീരോഗികളെ ചികിത്സിക്കാൻ ലേഡി ഡോക്ടർ തസ്തികയിൽ നിയമനം നടത്തുക, ഷൊർണൂരിൽ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട്, കല്യാണ മണ്ഡപം എന്നിവ സ്ഥാപിക്കുക, ഷൊർണൂർ IHO മെയിൻ്റനൻസ് ഡിപ്പോ വന്ദേ ഭാരത് കോച്ചുകളുടെ ഷോപ്പ് ഷെഡ്യൂൾ 1 പ്രവൃത്തികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ വർക്ക്ഷോപ്പാക്കി മാറ്റുക, NPS-ഉം UPS-ഉം നിർത്തലാക്കി പഴയ പെൻഷൻ പദ്ധതിയായ OPS നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിൽ ഉന്നയിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് T. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK കിരൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, DREU കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PB അനിൽകുമാർ, ഡിവിഷൻ പ്രസിഡന്റ് P. രഘുനാഥൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി T. രാജേഷ് പ്രസിഡന്റ്, KK കിരൺദാസ് സെക്രട്ടറി,
ജോഷി അഗസ്റ്റിൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും അധ്യാപകനും കലാസാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയനുമായിരുന്ന നെടുമ്പുര കോന്നനാത്ത് വീട്ടിൽ KP മണികണ്ഠൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. നല്ലൊരു മാധ്യമപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടതെന്ന് യുവർ പ്രദീപ് MLA പറഞ്ഞു. ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര സാംസ്കാരിക സമിതി പ്രസിഡന്റ്, ദേശാഭിമാനി, കേരള കൗമുദി പത്രത്തിൻ്റെ ചെറുതുരുത്തി പ്രാദേശിക ലേഖകൻ, പ്രാദേശിക ചാനലുകളിൽ ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സുഖമില്ലാത്തതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. ശനിയാഴ്ച രാവിലെ മൃതദേഹം കാണാൻ നിരവധി ആളുകൾ നാനാഭാഗത്തു നിന്നുമായി എത്തി. യുവർ പ്രദീപ് MLA, CPIM നേതാവ് KK മുരളീധരൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, CPM നേതാവ് M സുലൈമാൻ, കോൺഗ്രസ് നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ, ജബ്ബാർ, മുസ്ലിം ലീഗ് നേതാവ് സൈദലവി, BJP നേതാക്കന്മാരായ VC ഷാജി, രതീഷ് കോഴിമാമ്പറമ്പ്, സാംസ്കാരിക സമിതിക്ക് വേണ്ടി മുരളി, മനോജ് തൈക്കാട്ടിൽ, കൃഷ്ണകുമാർ പൊതുവാൾ, ചെറുതുരുത്തി പ്ലസ് ക്ലബിനു വേണ്ടി മണി ചെറുതുരുത്തി, കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി സ്റ്റാലി K സാമുവൽ, ചേലക്കര മേഖലയ്ക്ക് വേണ്ടി സെക്രട്ടറി സജി കിള്ളിമംഗലം, ചേലക്കര പ്രസ് ക്ലബിനു വേണ്ടി സെക്രട്ടറി സജി ചേലക്കര, വടക്കാഞ്ചേരി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് അജീഷ് കർക്കടത്ത്, വടക്കാഞ്ചേരി VCV ചാനലിനു വേണ്ടി MD ലിൻഡോ, V9 ചാനലിനു വേണ്ടി MD വെങ്കിടേശ്വർ, ചാനൽ ചീഫ് ഫ്രാൻസിസ് എന്നിവർ റീത്ത് സമർപ്പിച്ചു. ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. കാരണം നാട്ടിലുള്ള വാർത്തകൾ സത്യസന്ധമായി മണികണ്ഠൻ മാഷ് നാടിന് സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റവും ഒരു വാർത്ത എടുക്കുന്നതും ഈ പുതിയ കാലഘട്ടത്തിന് വ്യത്യസ്തമായിട്ടാണ് മണികണ്ഠൻ മാഷ് ചില മാധ്യമപ്രവർത്തകർ കാണാറുണ്ട്. അവരുടെ ഒരു സ്വന്തം വിഷയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് വാർത്തയെ വളച്ചൊടിക്കുന്ന ആ രീതിയൊന്നും അല്ലാതെ വളരെ കൃത്യമായി കിട്ടുന്ന വാർത്തകൾ സത്യസന്ധമായി കൊടുക്കാനും അതിനെ ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി നല്ല ബന്ധം എന്ന് വെച്ചാൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ അവരുടെ വേദനയും വിഷമവും എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെട്ടുകൊണ്ട് വാർത്ത കൊടുക്കാനും കൊടുക്കുന്ന വാർത്ത ആരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാലും ആ വീഴ്ച അതേപോലെ നാടിന് മുമ്പ് സമർപ്പിക്കാനും പറ്റുന്ന രീതിയിലെല്ലാം നല്ല ഒരു മാധ്യമപ്രവർത്തനമായിരുന്നു. കൂടാതെ വിവിധ സംഘടനാ ഭാരവാഹികളും സാംസ്കാരിക നേതാക്കളും ബന്ധുക്കളും നാട്ടുകാരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഭാര്യ പ്രസന്ന, മകൾ ശ്രീഹരി, ആദിത്യൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും സെമിനാറുകളും സംഘടിപ്പിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം നടത്തുന്ന എൻ്റെ കേരളം മേളയിലാണ് വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയത്. HCL ടെക്നോളജീസിന്റെ സഹകരണത്തോടെ പിന്നോക്ക വിഭാഗ വികസന ഗ്രൂപ്പ് സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പാലക്കാട് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. SSLC ഹയർ സെക്കൻഡറി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ എന്ന വിഷയത്തിൽ കരിയർ കൗൺസിലർ PM അബ്ദുൽ കലാം ക്ലാസ് എടുത്തു. HCL ടെക്നോളജീസിൻ്റെ ടെക് ബി പ്രോഗ്രാമിനെക്കുറിച്ച് വിപിൻ വിശദീകരിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത നവകേരളം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി പ്രതിരോധവും പ്രതിവിധിയും ആയുർവേദത്തിലൂടെ, ലഹരിയുടെ നീരാളിക്കരങ്ങൾ, ലഹരി അടിമത്തവും മോചനവും എന്ന വിഷയങ്ങളിൽ ഡോക്ടർ ജയന്തി വിജയൻ, ജില്ലാ നാർക്കോട്ടിക് സെൽ ടീം ASI റഹീം മുത്ത്, ഡോക്ടർ ഷമീന ജസീൽ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ പഠന ശിബിരവും സ്ഥാപക ദിനാഘോഷവും ഷൊർണൂരിൽ നടന്നു. ചുടുവാലത്തൂർ ജനഭേരി ഹാളിൽ നടന്ന പരിപാടി NTU സംസ്ഥാന സെക്രട്ടറി ഹരി R വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വെറും 40 പേർ മാത്രമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി ചേരുന്ന ഇന്ത്യയിൽ ജോലി ചെയ്യാൻ താല്പര്യമെന്ന് അറിയിച്ചപ്പോൾ 400-ൽ 400 പേർക്കും വിദേശത്ത് ജോലി ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം നമുക്ക് കാണാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊണ്ട് നമുക്ക് ശമ്പളം തരുന്ന രാഷ്ട്രം, നമ്മളെ പഠിപ്പിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അവരുടെ ശേഷി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഉപയോഗിക്കുന്നത് ശരിയോ എന്ന ചിന്താഗതി നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാകുന്നത്.
ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് ബോധ്യം വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. ചടങ്ങിൽ NTU ജില്ലാ പ്രസിഡന്റ് P. മനോജ് അധ്യക്ഷത വഹിച്ചു. മീര രമേശിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ ട്രഷറർ KV വേണുഗോപാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനം 2025 പരിപാടിക്ക് ഷൊർണൂർ ക്ലസ്റ്ററിൽ തുടക്കം. കലാപരിശീലനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഠിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നൃത്തവും സംഗീതവും അതുപോലെ തന്നെ നാടകവുമൊക്കെ താഴെ തലങ്ങളിൽ അവതരിപ്പിക്കുക എന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സൗകര്യം, പഠിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. 2017 കേരളത്തിലെ ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കലാകാരന്മാരോടുള്ള പ്രതിബദ്ധത കുറെ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒന്നാണ്. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൌൺസിൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൌൺസിലർമാരായ P. പ്രസാദ്, CK സൗമ്യ, CC ഉഷാദേവി, KS ശോഭന, രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി. പ്രദേശത്തെ 13 പേർക്കാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന് ഒരുക്കി യാത്രയാക്കിയത്. മണ്ണൂർ AUP സ്കൂളിൽ നടന്ന സ്നേഹസംഗമം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആവട്ടെ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ശ്രദ്ധിക്കലുണ്ട്. പിന്നെ അവിടത്തെ സംബന്ധിച്ച് നേരത്തെ അവിടെ പറഞ്ഞല്ലോ, ഖാദിമുൽ ഹറമൈനാണ് അവരുടെ ഭരണകർത്താവ്, അങ്ങനെ അറിയപ്പെടുക. ഇരു ഹറമൈന്റെയും സേവകൻ എന്നുള്ള ആൾക്ക് അറിയപ്പെടില്ല, രാജാവ് അല്ലെങ്കിൽ മറ്റു നിലക്കല്ല. അതിനേക്കാൾ ഉപരി അവരിഷ്ടപ്പെടുന്നത്, അവരെ അഭിസംബോധന ചെയ്യാനൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഖാദിമുൽ ഹറമൈൻ എന്നുള്ള ആ പ്രയോഗം, ഇരു ഹറമൈന്റെയും സേവകൻ എന്ന നിലക്കുള്ള ആ പേര്, അത് കേൾക്കാനും അങ്ങനെ അവരെ പറ്റി പറയലും അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ VM അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്തിരിപ്പാല ഹൈസ്കൂളിൽ നിന്നും A+ നേടിയ 2 വിദ്യാർത്ഥികളെ VM അൻവർ സാദിഖ്, ഷംല ഷൌക്കത്ത് എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. SYS ജില്ലാ സെക്രട്ടറി PM യൂസഫ് പത്തിരിപ്പാല, PA ഷൌക്കത്ത്, ഷംല ഷൌക്കത്ത്, PK മുത്തലിബ് മൗലവി, KS സുലൈമാൻകുട്ടി, ഹംസ, PM സാദിഖ് അലി എന്നിവർ സംസാരിച്ചു. KM അബ്ദുൽ ഹക്കീം സ്വാഗതവും KP മുനീർ നന്ദിയും പറഞ്ഞു. ഹാജിമാരുടെ കുടുംബങ്ങളും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അപൂർവ രോഗം ബാധിച്ച 1 വയസ്സുകാരൻ്റെ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. 20 ലക്ഷം രൂപയാണ് പിഞ്ചുകുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുളപ്പുള്ളി അണ്ണാഞ്ചേരിപ്പറമ്പ് തോട്ടത്തിൽ രൂപേഷ് ഷർമിള ദമ്പതികളുടെ ഏകമകനായ 1 വയസ്സുള്ള പ്രണവ് കൃഷ്ണയാണ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് എപ്പിലെപ്സി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമാണ്. രോഗം ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. കൂലിപ്പണിക്കാരനായ കുട്ടിയുടെ അച്ഛൻ രൂപേഷിന് ഭീമമായ ഈ തുക കണ്ടെത്താൻ പ്രയാസമാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി ജനങ്ങളുടെ കൂട്ടായ്മയിൽ പ്രണവ് കൃഷ്ണ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. P. മമ്മിക്കുട്ടി MLA രക്ഷാധികാരിയായ സമിതിക്ക് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, 33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ്, 32-ാം വാർഡ് കൗൺസിലർ P. പ്രസാദ്, KT രവിദാസ്, രാജൻ പയ്യനേഴി, കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ പാപ്പുള്ളി, MP സതീഷ് കുമാർ എന്നിവരാണ് ചുക്കാൻ പിടിക്കുന്നത്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകണമെന്ന് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കൂടിയായ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ ജനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ 20 ലക്ഷം രൂപ ശേഖരിക്കാൻ ബഹുമാനപ്പെട്ട MP VK ശ്രീകണ്ഠൻ, അതുപോലെ P. മമ്മിക്കുട്ടി, ഇവരെല്ലാം രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാനായിട്ടും
33-ാം വാർഡ് കൗൺസിലർ KP പ്രസാദ് കൺവീനറുമായിട്ടുള്ളൊരു കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഒരു തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടാണ് നമുക്ക് ശേഖരിക്കേണ്ടത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മൾ KT രവിദാസ്, രാജൻ പയ്യനഴി ട്രഷററാണ്, വൈസ് ചെയർമാനായിട്ട് 32-ാം വാർഡിലെ കൗൺസിലർ പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ, ഇങ്ങനെയാണ് ഭാരവാഹികളായിട്ടുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല സഹകരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഫണ്ട് സമാഹരിക്കുന്നതിൽ ഉണ്ടാവണം. ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഈ അവസരത്തിൽ തേടുകയാണ്. അതിന് മാധ്യമങ്ങളുടെ ഒരു നല്ല പിന്തുണ പ്രചരണം ഉണ്ടാകണം എന്നും. ചികിത്സാ സഹായ സമിതി ട്രഷറർ രാജൻ പയ്യനഴി, വൈസ് ചെയർമാൻ P പ്രസാദ്, K പ്രസാദ്, PK വേണുഗോപാലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ ലഹരി വിരുദ്ധ ദേശത്തിനായി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ലഹരി വിരുദ്ധ ദേശത്തിനായി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KVR ഹൈസ്കൂളിൽ വെച്ച് MVSFയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് മലപ്പുറം ടീമും അതുപോലെ പാലക്കാട് ടീമും ചേർന്നുകൊണ്ട് 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവരുടെ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം പഴയ കളിക്കാരാണ്. എങ്കിലും ആ വീര്യം ഒട്ടും ചോരാതെ തന്നെ ഈ വയസ്സായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നിലയിലാണ് ഇവരെല്ലാം. ചെയർമാൻ MK ജയപ്രകാശ്, VK ശ്രീകൃഷ്ണൻ എന്നിവർ മൈതാനത്തെത്തി താരങ്ങളെ പരിചയപ്പെട്ടു. ലഹരിക്കെതിരെയാണ് ഫുട്ബോൾ മത്സരത്തിലൂടെ പോരാട്ടമെന്ന് സംഘാടകരായ സജിത്, നവാസ് എന്നിവർ പറഞ്ഞു. MVSFയുടെ കീഴിൽ 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള മലപ്പുറത്തിൻ്റെയും അതുപോലെ പാലക്കാടിൻ്റെയും പല ഭാഗങ്ങളിലുള്ള താരങ്ങളാണ് ഇന്ന് ഈ ലഹരി മുക്ത ദേശത്തിനായി യുവാക്കളെ കളിക്കളങ്ങളിലേക്ക് വരുത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു പ്രദർശന മത്സരം ഈ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ ഇന്ന് നടത്തുന്നത്. ഫുട്ബോളാണ് ലഹരി. മൈതാനങ്ങളിൽ വിവിധ കലാ മത്സരങ്ങളാകട്ടെ നമ്മുടെ യുവാക്കളിലും വളർന്നു വരുന്ന യുവ തലമുറയിലും ലഹരി എന്ന മുദ്രാവാക്യമായാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. 50കളിലും 60കളിലും ഈ മൈതാനത്ത് നിറഞ്ഞാടിയ ഒരു കാലത്ത് കാൽപന്ത് കളിയുടെ ആവേശമായിരുന്ന പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഫുട്ബോൾ താരങ്ങളാണ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ 2-1 മലപ്പുറത്തെ പരാജയപ്പെടുത്തി പാലക്കാട് ജേതാക്കളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭരണസമിതി അംഗങ്ങളും. ഇത് 2ാം തവണയാണ് കലാമണ്ഡലത്തിന് SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാനായത്. 65 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. വിദ്യാർത്ഥികളെ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ എന്നിവർ അഭിനന്ദിച്ചു. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇത് 4ാം തവണയാണ് മാനസ കൾച്ചറൽ ട്രസ്റ്റ് ഇത്തരം സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് മഹോത്സവം നടക്കുന്നത്. സാംസ്കാരിക പൈതൃകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഷൊർണൂരിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ 4ാമത് ദേശീയ നൃത്ത സംഗീതോത്സവത്തിനാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞത്. ഇനിയുള്ള 3 ദിവസങ്ങൾ കലാ സാംസ്കാരിക സന്ധ്യയുടെ വേദിയാകും. MNCF 25 എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ
അവിടെ അതിൽ നിന്നൊക്കെ അപ്പുറത്തായിട്ട് ഇവിടെ ഈ ഒരു മാനസയുടെ ഈ പ്രോഗ്രാം ബുക്ക് കണ്ടു. പലപ്പോഴും മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിനോ ചെയ്യാനാവാത്ത രീതിയിലുള്ള വിവിധ കലാരൂപങ്ങൾ അല്ലെങ്കിൽ അവതരണ രൂപങ്ങൾ അത് പ്രാദേശികമായ ഒരു അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ഇവിടെ കൊണ്ടുവരാനും അത് ഇവിടെ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാനും കാണിക്കുന്ന ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു സമീപനം എന്ന് പറയുന്നത് വളരെയേറെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഷൊർണൂർ നഗരസഭാ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ MR മുരളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭാ വാർഡംഗം ശ്രീകല, കോൺഗ്രസ് നേതാവ് ആഷിഖ്, കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ, കലാമണ്ഡലം രാംമോഹൻ, നഗരസഭാ മുൻ അംഗങ്ങളായ M നാരായണൻ, മുസ്തഫ, MB രതീഷ്, ഭവദാസനുണ്ണി, ഡോക്ടർ ലതാ ബിജു, TM വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അലി പള്ളം സ്വാഗതവും ജനറൽ കൺവീനർ മണികണ്ഠൻ മാനസ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആദരിക്കൽ ചടങ്ങും ഷൊർണൂർ പരുത്തിപ്ര ചേത്തലമന വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും നടന്നു. ന്യൂസ് ബ്യൂറോ. ചെറുതുരുത്തി. ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് നിറകയ്യടിയോടെ സ്വീകരണം. ഷൊർണൂർ മാനസ സംഘടിപ്പിച്ച ദേശീയ സംഗീത നൃത്തോത്സവത്തിൽ പരുത്തിപ്ര ചേത്തലമന വൈഷ്ണവ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പഞ്ചാരിമേളം ഏവരുടെയും മനം കവർന്നു. വാർദ്ധക്യം മറന്ന് 72കാരനും 8ാം ക്ലാസ് വിദ്യാർത്ഥിയും സ്ത്രീ സാന്നിധ്യവുമായതോടെ പഞ്ചാരിമേളം സൗഹാർദ്ദ കൂട്ടായ്മയായി. 12 പേരടങ്ങുന്ന ഈ സംഘം പല വേദികളിലും മേളം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും അംഗീകാരം കിട്ടിയത് ഇവിടെ നിന്നുമാണെന്നും നേതൃത്വം വഹിക്കുന്ന മുൻ കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും വിവിധ മേഖലയിലെ തൊഴിലാളികളും അടങ്ങുന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ കൂട്ടായ്മ. ഷൊർണൂർ പരുത്തിപ്ര ചേത്തലമന ആസ്ഥാനമാക്കിയുള്ള വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പഞ്ചാരിമേളമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഞങ്ങൾ 2019 മുതൽ പഞ്ചാരിമേളം പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൃത്താല ശങ്കരകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ തായമ്പക ആചാര്യനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പല പ്രായത്തിലുള്ള ആളുകളും വനിതകളും സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട് കൂട്ടായ്മയാണ് ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും ഊർജ്ജവും നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പഞ്ചാരിമേള കൂട്ടായ്മ. ഷൊർണൂർ വൈഷ്ണവ ട്രസ്റ്റ് ഇതുപോലെ ഡാൻസ് കൂട്ടായ്മയും അക്ഷരശ്ലോകം കാവ്യവേദി തുടങ്ങിയ കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാമത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇത്തരം കൂട്ടായ്മ ഞങ്ങൾക്കെല്ലാം വളരെ ആഹ്ലാദം തരുന്നു, ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് ഊർജം തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സുമതി പ്രസ്സിൽ ജോലിയുള്ള ഒരു വനിതയാണ്. അവരുടെ കുടുംബ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഞങ്ങളോടൊപ്പം കൂട്ടായ്മയായിട്ട് ജോർജ് പോസ്റ്റ് ഓഫീസിൽ റിട്ടയർ ചെയ്ത ജീവനക്കാരനാണ്. അദ്ദേഹം ഇതിൽ മുൻപന്തിയിലുണ്ട്. പത്രിപ്പാല പേരൂർ കയപ്പയിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം പേരക്കുളത്തു നിന്നും കുമ്മാട്ടി പുറപ്പെട്ടു. മന്തത്ത് കേളിയും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വേലയും പുറപ്പെട്ടു. ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള വേല വർണ്ണാഭമായി.
വൈകിട്ട് പാണ്ടിമേളവും ചുറ്റുവിളക്കും ദീപാരാധനയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളവും കൊട്ടിക്കലാശത്തോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. പിരായിരി കൊടന്തിരപ്പള്ളി കക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം വർണ്ണാഭമായി. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷ പൂജകളും ആറാട്ട് സദ്യയും ഒരുക്കിയിരുന്നു. പഞ്ചവാദ്യം, തകിൽവാദ്യം, പൂക്കാവടി, തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത് മനോഹരമായി. മാറ്റുലി. രാഷ്ട്രം അതീവ ഗൗരവവും അസാധാരണവുമായ നിർണായക സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന വേളയാണിത്. കാശ്മീർ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ഇന്ത്യ നൽകുന്ന ഈ ഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ പ്രളയമാണ്. രാജ്യത്തെ സമൂഹമാധ്യമ നിരോധനം ഈ ഘട്ടത്തിൽ ആവശ്യമോ? മാറ്റുലിയിലേക്ക്. അതെ, വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ അത് അടച്ചുകൂടണം തന്നെയാണ് ജനങ്ങൾ. കുറച്ച് ന്യൂ ജനറേഷൻ്റെ ഒരു അഭിപ്രായം അതാണ്. പിന്നെ ഒരുപാട് ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. വ്യാജമായിട്ടുള്ളത് ന്യൂസുകളൊക്കെ അത് മറ്റേ ചെയ്യുന്ന ചാനലുകളൊക്കെ അടച്ചുകൂടണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ആളുകൾ ഈ കള്ളം പ്രചരിപ്പിക്കണതാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഇത് ശരിയാണെന്ന് വെച്ച് വിശ്വസിക്കണേ, അതാണ് പ്രശ്നം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തിയിലെ സംഘർഷം. ജമ്മുവിലും പഞ്ചാബിലും കുടുങ്ങിയ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീവ്ര ശ്രമം തുടങ്ങിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ലൈൻ സെന്റർ തുറന്നു. പഞ്ചാബിൽ മാത്രം 700-ലധികം കുട്ടികൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണെന്നും മന്ത്രി ആർ ബിന്ദു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിൽ ശുചിത്വം പ്രധാനമെന്ന് മന്ത്രി എം പി രാജേഷ്. വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ നടത്തിപ്പുകാർക്കും കഴിയണം. തിരുവല്ലാമലയിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം. വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ. ആംബുലൻസ് സർവീസിന്റെ മറവിൽ ലഹരി വിൽപ്പന. തൃശൂർ ചേറ്റുവയിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ചേറ്റുവ ചാവക്കാട് സ്വദേശികളായ യുവാക്കൾ. ആംബുലൻസിൽ നിന്ന് MDMAയും ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണങ്ങളും സ്ലിപ്പ് ലോക്ക് കവറുകളും കണ്ടെടുത്തു. വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് LP സ്കൂൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവ് നായ്ക്കളുടെയും താവളമായി. കഴിഞ്ഞ 2 അധ്യയന വർഷമായി ഈ സ്കൂളിലെ കുട്ടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. പഠനം ഗവൺമെന്റ് LP സ്കൂളിന്റെ പഴയ കെട്ടിടത്തിൽ. വടക്കാഞ്ചേരി ബോയ്സ് ഗേൾസ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. ഷൊർണൂർ ഭാരതപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കാത്തത് കരാറുകാരന്റെ അനാസ്ഥയെന്ന് നഗരസഭ. മഴക്കാലത്തിന് മുമ്പ് മണൽ നീക്കിയില്ലെങ്കിൽ ജലസംഭരണി അവതാളത്തിലാകുമെന്ന ആശങ്ക. തടയണയിലെ മണൽ ഭാഗികമായെങ്കിലും നീക്കാൻ സത്വര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാഗ്ദാനങ്ങൾ മാത്രം. നെല്ല് സംഭരണം വൈകുമ്പോൾ ആശങ്കയോടെ കർഷകർ. വേനൽമഴ ശക്തമാകുമ്പോൾ നെല്ലറയിലെ കർഷകരുടെ നെഞ്ചിടിപ്പേറുന്നു. സംഭരണത്തിനായി കരുതിയ നെല്ല് സംരക്ഷിക്കാൻ പെടാപ്പാടുമായി കോട്ടായി, മാത്തൂർ, പെരിങ്ങോട്ടുകുറിശി, കുത്തനൂർ മേഖലയിലെ 100 കണക്കിന് കൃഷിക്കാർ. ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻസ് 30ാം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. സമ്മേളനം 12 മുതൽ 14 വരെ. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ചെറുത്തുതോൽപ്പിക്കാനുള്ള സമരമാർഗങ്ങൾ സമ്മേളനം ആവിഷ്കരിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.